പ്രധാന വാർത്തകൾ. കൊച്ചി അധോലോകത്തിന്റെ കൂടുതൽ അറിയാ കഥകൾ പുറത്തുവിട്ട് ന്യൂസ് 18. പെരുമ്പാവൂർ അനസിന്റെ ഇടപാടുകൾ ഞെട്ടിക്കുന്നത്. കടൽ കടക്കാൻ ആധാറും ജനന സർട്ടിഫിക്കറ്റും നിർമ്മിച്ച് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി. ഗൾഫിൽ ശ്വേതാ മേനോനും വിനയ് ഫോർട്ടും അടക്കമുള്ളവരുമായി വേദി പങ്കിടുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18. റിക്രൂട്ട്മെന്റ് കെണിയിൽപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾക്ക് ദുരിത ജീവിതം. സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുപോയത് യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ. അഞ്ചുതെങ്ങ് സ്വദേശികളുടെ ശബ്ദ സന്ദേശവും പട്ടാളവേഷത്തിലെ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ന്യൂസ് 18. യുവാക്കളിൽ ഒരാൾ മുഖത്ത് വെടിയേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ. പ്രസ്റ്റീജ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മേളത്തിനൊപ്പം ന്യൂസ് 18ന്റെ സമ്പൂർണ്ണ കവറേജ്. തൃശൂർ ആരെടുക്കുമെന്ന് ആരാഞ്ഞ് ന്യൂസ് 18 സംഘം ഇന്ന് തൃശൂരിൽ. കരുവന്നൂർ വിഷയം തന്നെയെന്ന് VS സുനിൽകുമാർ. വ്യക്തിപരമായ ആക്രമണങ്ങൾ വികസന ചർച്ച അപ്രസക്തമാക്കാനെന്ന് സുരേഷ് ഗോപി. വ്യക്തികളെക്കുറിച്ചല്ല, രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് കെ മുരളീധരൻ. ന്യൂസ് 18 മെഗാ ടോക്ക് ഷോ ഗോദ വൈകിട്ട് 6-ന് തേക്കിൻകാട് മൈതാനത്ത്. ED കസ്റ്റഡിയിലിരുന്ന് ഭരണനിർവഹണം നടത്തിയ അരവിന്ദ് കെജ്രിവാൾ. പുറത്തിറക്കിയത് ജലവകുപ്പിലെ ഉത്തരവ്. കെജ്രിവാൾ രാജിവെക്കണമെന്ന് BJP. അറസ്റ്റിൽ പ്രതിഷേധം കനപ്പിച്ച ആം ആദ്മി പാർട്ടി. CAA-ക്കെതിരെ ബഹുജന റാലി ഇന്ന് കണ്ണൂരിൽ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്ന നടപടികളെന്ന് BJP. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണ പുതുക്കി നോശാന ഞായർ. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചിയിലെ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് ഗൾഫിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിൽ. വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും നൽകിയാണ് പാസ്പോർട്ട് സംഘടിപ്പിച്ചത്. കർണാടകയിലാണ് വ്യാജരേഖകൾ തയ്യാറാക്കിയത്. അനസിന്റെ വ്യാജ പാസ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പെരുമ്പാവൂർ അനസിനും ഗൾഫിലും താരപരിവേഷമാണ്. പെരുമ്പാവൂർ അനസ് ഗൾഫിൽ സിനിമാ താരങ്ങൾക്കൊപ്പം ഒരേ വേദിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. ശ്വേതാ മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം എന്നിവരാണ് അനസിനൊപ്പമുള്ളത്. പ്രവാസി മലയാളിയുടെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അനസ് പങ്കെടുത്തത്. ഇൻസ്റ്റാഗ്രാം താരം എന്ന നിലയിലാണ് അനസിനെ പരിപാടിയിലേക്ക് വിളിച്ചതെന്നാണ് പ്രവാസി മലയാളിയുടെ പ്രതികരണം. അനസ് എന്റെ ഒരു ഫ്രണ്ട് താമരശ്ശേരിയുള്ള ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാണ്. ആളെ ഞാൻ മീറ്റ് ചെയ്തു. ഒരു സെലിബ്രിറ്റി ലെവൽ, നാട്ടിലൊരു പ്രസിദ്ധമായ ഒരാളല്ല. ആ ലെവലിൽ ഞാൻ മീറ്റ് ചെയ്ത് ഇപ്പം കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ. നിങ്ങൾക്ക് അറിയാമല്ലോ അനസിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അത് സെലിബ്രിറ്റി അല്ലല്ലോ. ഞാൻ ആളെ പരിചയപ്പെടുന്ന തന്നെ ഒരു 2-3 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ എനിക്ക് ആളെ തന്നെ അറിയില്ല. ആള് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ എന്റെ ഫോണിലുണ്ട്, മെസ്സേജ് അയച്ചതൊക്കെ ഫ്രണ്ട് ത്രൂ പരിചയപ്പെട്ടു. സൗദിയിൽ വെച്ചിട്ടാണ് ഞാൻ ആളെ കാണുന്നത്. ഏത് സ്ഥാപനത്തിൽ ഉദ്ഘാടനമായിരുന്നു? ഇത് നാസ്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിൽ ലീഗൽ സർവീസിന് വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഇതിൽ ശ്വേതാ മേനോന്, പിന്നെ സ്വാസിക, മാളവിക, മെന്റലിസ്റ്റ് ആദി, വിനയ് ഫോർട്ട്, പിന്നെ യുഎയിലുള്ള പ്രമുഖരായിട്ടുള്ള ഫൈസൽ മലബാർ, അങ്ങനത്തെ പലരും പങ്കെടുത്ത ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ അനസിന് ഞാൻ അറിയാതെ എങ്ങനെ ഷെയർ വാങ്ങി ഒരു വ്യാജ ഐഡിയിൽ നിന്നും അനസിന്റെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കിയിട്ട് ഷെയർ വാങ്ങിക്കുന്നുണ്ട്. അത് കംപ്ലൈന്റ് ഞാൻ ഓൾറെഡി ഇപ്പൊ റൈസ് ചെയ്തിട്ടുണ്ട്. വ്യാജ റിക്രൂട്ട്മെന്റ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് റഷ്യൻ സൈന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായ അഞ്ചുതെങ്ങ് സ്വദേശികളുടെ ശബ്ദ സന്ദേശവും സൈനിക വേഷത്തിലുള്ള ചിത്രങ്ങളും ന്യൂസ് 18. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നും ഉക്രൈൻ അതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന
അവസ്ഥയാണെന്നും വിനീതിന്റെ ശബ്ദ സന്ദേശമെത്തി. മുഖത്ത് വെടിയേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിൻസ് ആരോഗ്യനില വീണ്ടെടുത്ത് വരുന്നതായി കുടുംബം അറിയിച്ചു. വിനീതും ടിനുവും ഉക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റ്ചാൻസിൽ ആണെന്നാണ് സൂചന. ഇതിന്റെ പേരുണ്ടല്ലേ, ഇതിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ചാൻസ് ആണ്. ഇതിന്റെ ഞാൻ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ്റെ ലിസ്റ്റ് ചാൻസ് ഏരിയയാണ്. പക്ഷെ നമ്മൾ 5 എന്ന് പറയുമ്പോൾ ഏരിയ ഇല്ലേ, അങ്ങനെയാണ്. അത് ലിസ്റ്റ് ചാൻസ് ആണ്, ലിസ്റ്റ് ചാൻസ് കേട്ടെ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പെട്ടെന്നാവട്ടെ കേട്ടാ. എങ്ങനെയല്ല പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിങ്ങളെ കൺട്രോൾ ആക്കാൻ പറയും. മരിക്കുന്നതിന് മുമ്പ് പ്രിൻസിനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുകയാണ് 93 വയസ്സുള്ള മുത്തശ്ശിയും മാതാപിതാക്കളും. മുഖത്ത് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. റഷ്യയിൽ ജോലി വാഗ്ദാനം ലഭിച്ച് തിരുവനന്തപുരം 5 തെങ്ങിൽ നിന്ന് റഷ്യയിലെത്തി ഒടുവിൽ സൈന്യത്തിൽ ചേരേണ്ടി വന്ന് അവിടെ യുക്രൈൻ സൈന്യത്തിന്റെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് 5 തെങ്ങിലെ പ്രിൻസിന്റെ വീട്. ഇവിടെ പ്രിൻസിന്റെ അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ വലിയമ്മ, ഈ കുടുംബാംഗങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു പ്രിൻസ്. ജനുവരി മാസം 3-ാം തീയതിയാണ് അവർ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലേക്ക് ജോലി തേടിപ്പോയത്. വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം. കാരണം ഇത്രയധികം ദിവസമായിട്ടും എപ്പോൾ പ്രിൻസിന് ഇവിടേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പ്രിൻസിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ, അമ്മ നിർമ്മല നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? അവിടെ നിന്ന് കിട്ടിയത് ഇത് 1 മാസം കഴിഞ്ഞ് അവൻ്റെ മോൻ്റെ ഇത് കമാൻഡർ ഒപ്പ് കൊടുത്ത് 1 മാസത്തേക്ക് റെസ്റ്റ് കൊടുത്ത് ഇപ്പോഴും മോസ്കോ സിറ്റിയിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന്. ഈ ആരോഗ്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? ആരോഗ്യം ഇപ്പോഴും അവൻ്റെ ഇങ്ങനെ ഇത് ചെവിക്കാണോ പരിക്കേറ്റ്? ചെവിക്ക് മൊത്തം അവയവത്തും കാലിലും ചെവിക്കും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിക്കേറ്റ്. എന്നാലും മൊത്തം ഇങ്ങനെ അവൻ്റെ മൊത്തം ഇതായില്ല. അപ്പൊ എപ്പോ വരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടോ? ഉറപ്പ് പാസ്പോർട്ടൊക്കെ ഇരിക്കുന്ന ക്യാമ്പിലാണ്. പിന്നെ പാസ്പോർട്ട് കിട്ടാതെ ഇവർക്ക് നാട്ടിൽ വരാൻ പറ്റൂല. പാസ്പോർട്ട് കിട്ടിയാലേ നാട്ടിൽ വരാൻ പറ്റും. പ്രിൻസിന്റെ കൂടെ ഇപ്പൊ ഇവിടെ നിന്ന് പോയ 3 പേരായിരുന്നു ഉള്ളത്. വിനീത്, അതോടൊപ്പം തന്നെ പ്രിൻസ്, മറ്റൊരാൾ കൂടി ടിനു. അപ്പൊ പ്രിൻസിനൊപ്പം ഉള്ളത് ആരാണ്? പ്രിൻസിനൊപ്പം മോസ്കോയിൽ ഒറ്റയ്ക്കാണ് പ്രിൻസ് എന്ന് പറയുന്നത്. അവന്റെ പരിക്കിന്റെ ശേഷം 2 ആഴ്ച ഈ പരിക്ക് പറ്റിയതിന്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അനിയന്റെ അടുത്തൊരു ചെറു നമ്പർ അറിയാനുള്ളതുകൊണ്ട് വേറൊരു വ്യക്തിയുടെ ഹെൽപ്പ് ചെയ്തിട്ട് മൊബൈൽ കൊടുത്താന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത്. പറ്റിപ്പിന്നാണ് ഞങ്ങൾ പിന്നെ സെക്യൂരിറ്റി ജോലിക്കെല്ലാം കൊണ്ടുപോയത്. ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ് കൊണ്ടുപോയത്. ഞാനിപ്പോൾ അവിടെ അതിലാണെങ്കിൽ അവർ 2 പേരും മധ്യത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ 3 പേര് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിച്ചാണ്. മക്കൾക്ക് ആഹാരം പോലെയല്ല. എൻ്റെ മക്കൾ 2 ഫ്രണ്ടിലും സവാളയിലാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ മകളാണ് പറ്റിപ്പിച്ച പ്രിയനെ, തുമ്പെ സ്വദേശി പ്രിയനാണ്. അതിൻ്റെ മെയിനാണ് അലക്സ് സന്തോഷമാണ്. അവനാണ് ഇത്രയും വലിയ കബളിപ്പിച്ച് ചെയ്തത്. ഇപ്പോഴും വെള്ളമില്ല. ഇനിയിപ്പോൾ ഈ എൻ്റെ പ്രിൻസ് എന്ന് പറഞ്ഞ മകൻ്റെ ഗൾഫിൽ ചെയ്യുന്ന വേറൊരാളാണ്. വേറൊരു വഴിമാർഗ്ഗമില്ല, ആരുടെ ആഗ്രഹമില്ല നമുക്ക്. ഇനിയിപ്പോൾ 10 ദിവസങ്ങളിൽ എൻ്റെ മോനെ തിരിച്ചു കൊണ്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർ 3 പേരും സഞ്ചരിച്ചിട്ട് അവരെ എത്രയും വേണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരണം. ഈ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഇവിടെ വന്നായിരുന്നു. അദ്ദേഹം അടക്കം വിദേശകാര്യ വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. നമ്മുടെ വികാരിക്കടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് മുരളീധരൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതിനൊരു നടപടി എടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുന്നുണ്ടോ? ഫോണിൽ പരിക്ക് ആയതിന്റെ ശേഷം അനിയനെ വിളിക്കുന്നുണ്ട്. നല്ലോണം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മോൻ്റെ വിളിക്കാനുള്ള വിട്ടേഷൻ മോൻ്റെ ഒരു ചെവിക്ക് എവിടെയാണ് ഇത് വെടിയേറ്റത്. അതിന് ചെവിക്കേൾവ് ഒത്തിരി കുറവാണെന്ന് പറഞ്ഞു. പിന്നെ കാലിലും അവയവങ്ങളിലെല്ലാം മോൻ്റെ ബോംബപകടമാണ്. കേൾവിക്കാണ് ഈ ബുദ്ധിമുട്ടുന്നത്. ഇത് നടന്നതിന് ശേഷമാണ് മോൻ്റെ ഇങ്ങനെ. മറ്റത് ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ബോംബ് അവിടെ ഇട്ട് കാലിലും ഇവിടെയൊക്കെ പരുക്കിലാണ് മോൻ കിടക്കുന്നത്. എന്തായാലും ഈ പ്രിൻസിന്റെ വല്യമ്മയാണ് അകത്തിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അമ്മയെ കൂടി ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് മകൻ വിദേശത്തേക്ക് ഒരു മികച്ച ജോലി തേടി പ്രിൻസ് പോയത്. ആ അമ്മയ്ക്കും ആ വിഷമം നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ഞങ്ങൾക്ക് കൊണ്ട് തള്ളിട്ട് തന്നാ മതി മോനെ. ഞാൻ ചാവുന്നുമ്പോ എന്റെ മോനെ കൊണ്ടുവന്ന് കാക്കി തന്നാ മാത്രം മതി മോനെ. അമ്മയ്ക്ക് എത്ര വയസ്സായി?
93 വയസ്സായി. എന്നാലും ഈ 93 വയസ്സുള്ള ഈ പ്രിൻസിന്റെ വലിയമ്മ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി പ്രിൻസിനെ വളർത്തിക്കൊണ്ടുവന്ന നിർമ്മല സെബാസ്റ്റ്യൻ, അവരുടെ ഇളയ ഒരു മകൻ, ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും പ്രിൻസിലായിരുന്നു. പ്രിൻസ് റഷ്യയിലെത്തി നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ശമ്പളം കൊണ്ട് ഈ വീട് ഇച്ചിലൂടെ വികസിപ്പിക്കാം, മോടി കൂട്ടാം എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. 2 ലക്ഷം രൂപ ശമ്പളം നൽകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ഈ ഏജന്റ് ഇവിടെ നിന്ന് പ്രിൻസ് ഉൾപ്പെടെ 3 പേരെ 5 തെങ്ങിൽ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഈ തേങ്ങലിന് മുന്നിൽ അധികാരികളുടെ ശ്രദ്ധ പതിയട്ടെ, കൃത്യമായ ഇടപെടലുണ്ടാകട്ടെ. 5 തെങ്ങിൽ നിന്ന് ഇതുവരെ ഇങ്ങനെയൊരു ദുരിതത്തിന്റെ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരെയും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന അധികാരികളുടെ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ 3 കുടുംബങ്ങളും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ടിനുവിന്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ അല്ലലില്ലാതെ പോറ്റിയിരുന്നത് ഈ 25-കാരനാണ്. പക്ഷേ മകനെ ഇനി എന്ന് കാണാനാകുമെന്നറിയാതെ ഉള്ളുനീർന്ന വേദനയാണ് മാതാവ് ന്യൂസ് 18നോട് പങ്കുവച്ചത്. റഷ്യയിൽ കുടുങ്ങിയ 5 തെങ്ങ് സ്വദേശിയായ ടിനുവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ടിനു 25 വയസ്സുകാരനാണ്. കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് പ്രിൻസിനും വിനീതിനുമൊപ്പം ടിനുവും റഷ്യയിലേക്ക് പോയത്. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലായിരുന്നു അവർ വിദേശത്ത് എത്തിയത്, റഷ്യയിൽ എത്തിയത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ടിനുവിൻ്റെ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. എപ്പോഴാണ് ടിനു അവസാനമായിട്ട് വിളിച്ചത്, നിങ്ങളോട് സംസാരിച്ചത്? ജനുവരി 29-ാം തീയതി വരെ വിളിച്ചിരുന്നു, വീഡിയോ കോളൊക്കെ ചെയ്യാം. അതിനുശേഷം ഇതുവരെയ്ക്ക് വിളയില്ല, ഒന്നുമില്ല. അവിടുത്തെ സാഹചര്യം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്? അവിടുത്തെ മോൻ വിളിച്ചാലല്ലേ എന്തെങ്കിലും ആണെന്ന് പറയും, എൻ്റെ അടുത്ത് പറയുള്ളൂ. അന്ന് ഇതുവരെയ്ക്ക് മോൻ വിളിക്കുന്നില്ല. മോക്ക് മാത്രം മെസ്സേജ്, ഒരു മെസ്സേജ് എന്തരം ആർക്ക് മൊബൈൽ മേടിച്ച് മെസ്സേജ് മാത്രം എന്തരം അയച്ചെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിതുവരെയ്ക്കും മോൻ വിളിച്ചിട്ടില്ല. അപ്പം എന്താണ് ഇപ്പം അവർ പറയുന്നത്? എന്താണ് ഇവരെ തിരികെ എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ? തിരികെ എത്തിക്കാന്നാണ് മിനിയാന്നൊക്കെ നിന്ന് മുരളീധരൻ സാറ് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് തന്നെ മക്കളെ കൊണ്ട് എത്തിക്കാന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എന്ത് ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഇവിടുന്ന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മോളെ കടം മേടിച്ചാണ് കെട്ടിച്ചയച്ചത്. അന്ന് എൻ്റെ ഭർത്താവ് മരിച്ച് 3 വർഷമായി. അവൻ്റെ ഒരു സഹായം മാത്രമേ വീട്ടിലുള്ളൂ, വേറെ സഹായം ഇല്ല. അവനെ നമ്പിയാണ് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും ഉള്ളത്. വേറെ ആരും ഇല്ല ഇവിടെ. എന്ത് ജോലി അവിടെ? ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോയത് സെക്രട്ടറി ജോലി എന്നാണ് പറഞ്ഞത്. സെക്രട്ടറി ജോലി പാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അന്ന് അവിടെ പോയി എന്തൊരു ജോലി. പിന്നെ പ്രിൻസിന്റെ വെടിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെ ചിത്രത്തിലേക്ക് കൊണ്ടുപോയെന്ന്. പ്രിൻസ് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരെയും മോനെയും കൂടെ കൊണ്ടുപോയെന്ന്. എന്തായാലും സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിൽ റഷ്യയിൽ എത്തിയ ശേഷം പിന്നീട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. ഇവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്ന ഉറപ്പ് ഈ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ടിനുവിന്റെ കുടുംബവും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലിരിക്കെ ആദ്യ ഉത്തരവിറക്കിയ അരവിന്ദ് കെജ്രിവാൾ. ജലവകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് കെജ്രിവാൾ പുറത്തിറക്കിയത്. ഇന്നലെയാണ് വകുപ്പ് മന്ത്രി അതിഷി മർലേനയ്ക്ക് കെജ്രിവാൾ കത്ത് കൈമാറിയത്. കത്തിലെ ഉള്ളടക്കം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ച അതിഷി ജയിലിൽ കിടക്കുമ്പോഴും കെജ്രിവാളിന് ഡൽഹി നിവാസികളെക്കുറിച്ച് മാത്രമാണ് ചിന്തയെന്ന് പ്രതികരിച്ചു. जब उनको गिरफ्तार कर लिया गया है, उनको कैद कर लिया गया है, जब उनको पता नहीं है कि वो जेल से बाहर कब आएंगे, कौन ऐसा व्यक्ति है जो अपने बारे में ना सोचकर दिल्ली वालों के बारे में सोच रहा है? कौन ऐसा व्यक्ति है जो अपनी इतनी बड़ी तकलीफ के बारे में ना सोचकर दिल्ली वालों की छोटी छोटी पानी और सीवर से जुड़ी समस्याओं के बारे में सोच रहा है? ऐसा व्यक्ति सिर्फ अरविंद केजरीवाल ही हो सकता है, क्योंकि अरविंद केजरीवाल अपने आप को सिर्फ दिल्ली का मुख्यमंत्री नहीं मानते हैं,
वो दिल्ली के 2 करोड़ लोगों को अपना परिवार मानते हैं. അറസ്റ്റിൽ ആം ആദ്മി പാർട്ടിക്ക് പുറമെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും പ്രതിഷേധം ശക്തമാക്കുകയാണ്. മാർച്ച് 31-ന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹി രാംലീല മൈതാനിയിൽ ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അതേസമയം കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബിജെപി ഇന്നും പ്രതിഷേധിച്ചു. പഞ്ചാബിലെ മദ്യനയം അന്വേഷിക്കാൻ ഇഡിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ബിജെപി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. കേന്ദ്രത്തിനെതിരെ കർണാടക സുപ്രീം കോടതിയിൽ കടുത്ത വരൾച്ച അനുഭവിക്കുന്ന സംസ്ഥാനത്തിന് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. ആവർത്തിച്ച് ആവശ്യമുന്നയിച്ചിട്ടും കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിനാൽ കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ഷാഫി പറമ്പിൽ അനുകൂലികൾക്ക് മാത്രം ഡിസിസി ഭാരവാഹി പട്ടികയിൽ ഇടം നൽകിയതിനെ എതിർത്ത് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അസംതൃപ്തരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ എഐസിസി നേതൃത്വത്തിന് പരാതി നൽകി. തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനാണ് പരാതിക്കാർക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനും വിലക്കുണ്ട്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുർബാനയോടനുബന്ധിച്ച് കുരുത്തോല പ്രദക്ഷിണം നടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പരാമർശിച്ച സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്കാണ് പരിഗണനയെന്ന് സന്ദേശത്തിൽ വിമർശിച്ചു. സമൂഹത്തിന് ഉചിതമായവരെ തെരഞ്ഞെടുക്കണമെന്നായിരുന്നു രാഷ്ട്രീയം പരാമർശിച്ചുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന സന്ദേശം. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി. ഇനിയുള്ള ഒരാഴ്ചക്കാലം ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ്. ഓശാന ദിനത്തിൽ കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും നിറഞ്ഞു. വയനാട് നടവയൽ ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് ചില നിലപാടുകൾ കാണുമ്പോൾ തോന്നുന്നതായി ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. കുടിയേറ്റക്കാർ കാട്ടുകള്ളന്മാർ അല്ലെന്നും നാട്ടിൽ പൊന്നു വിളയിച്ചവരാണെന്നും ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാഷ്ട്രീയം പരോക്ഷമായി പരാമർശിച്ചായിരുന്നു കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന തിരുനാൾ സന്ദേശം. സമൂഹത്തിന് ഉചിതമായവരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ കർദിനാൾ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുടെ പേര് സന്ദേശത്തിൽ പരാമർശിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും വിവിധയിടങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മംഗല്യ മഹോത്സവത്തിനൊരുങ്ങി പൗർണമിക്കാവ്. സംസ്ഥാനത്തെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 216 യുവതി യുവാക്കൾക്കാണ് മംഗല്യഭാഗ്യമൊരുക്കുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ഓം ശക്തി ചാരിറ്റബിൾ ട്രസ്റ്റും തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിയും സംയുക്തമായാണ് വനമക്കൾക്ക് മാംഗല്യമൊരുക്കുന്നത്. നാളെ രാവിലെ 12 മണിയോടുകൂടി പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിലാണ് ചടങ്ങുകൾ നടക്കുക. പൗർണമിക്കാവ് ദേവി ക്ഷേത്ര ട്രസ്റ്റും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന
ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം 25-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുകയാണ്. ചരിത്രത്തിൽ ഇദം പ്രഥമമായി നടക്കുന്ന ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹത്തിന് ലോകപ്രശസ്തമായ ഒരു അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയവും ജാതിയും മതവുമൊക്കെ മറന്ന് നാനാജാതി മതസ്ഥർ ഈ വലിയ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഇടുക്കിയിലെ ആദിവാസികൾ സത്യമംഗലം, കുമളി, അട്ടപ്പാടി, അകളി ദേശത്തെ ധാരാളം ഗോത്രവർഗക്കാരുടെ ആചാരപ്രകാരം അവരുടെ ഗോത്ര മൂപ്പനോടൊപ്പം ഞായറാഴ്ച വൈകിട്ട് 4:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ വന്നെത്തുന്ന ആദിവാസികൾ 25-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ഈ വലിയ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം എന്നറിയിക്കുന്നു. അട്ടപ്പാടി, കൂമൻകൊള്ളി, സത്യമംഗലം, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 216 വധൂവരന്മാർ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച ശേഷം സംഘമായാണ് പൗർണമിക്കാവിൽ എത്തിച്ചേരുക. മംഗല്യ മഹോത്സവത്തിന്റെ ഭാഗമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാമഹ ത്രിപുരസുന്ദരി ഹോമവും പൗർണമിക്കാവിലെ യാഗശാലയിൽ നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6085 രൂപ, പവന് 48,680 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5100 രൂപ, പവന് 40,800 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോ 79,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.